പണ്ട്, കൃത്യമായി പറഞ്ഞാൽ 5-ാം നൂറ്റാണ്ടിൽ റോമ സാമ്രാജ്യം ആക്രമിച്ച അലാറിക് ദ വെസിഗോത്ത് സ്ഥലം വിട്ടുകൊടുക്കാൻ ചോദിച്ചതിൽ 30,000 പൗണ്ട് വെള്ളി, പട്ട്, 5,000 പൗണ്ട് സ്വർണം, കൂട്ടത്തിൽ 3,000 പൗണ്ട് കുരുമുളക്. സ്വർണത്തിന്റെ തൊട്ടടുത്ത അളവിലാണ് കുരുമുളക്. ഇത് റോമൻ ചരിത്ര രേഖകളിൽ പറയുന്നതാണ്. പലയിടത്തും യൂറോപ്പിൽ കുരുമുളക് ടോക്കൺ അഡ്വാൻസ് കൊടുത്ത് കച്ചവടം ഉറപ്പിക്കുന്ന രീതിയും ഉണ്ടായിരുന്നു അത്രേ. 1976 ഈജിപ്തിലെ ഒരു മമ്മി ഫംഗൽ ഇൻഫെക്ഷൻ കാരണം ചികിത്സയ്ക്കായി ഫ്രാൻസിലേക്ക് കൊണ്ടുപോയി. 3000 വർഷം മുമ്പ് ഈജിപ്ത് ഭരിച്ചിരുന്ന റാംസെസ് രണ്ടാമന്റെ മമ്മിയായിരുന്നു ഇത്. അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്നും പരിശോധനയിൽ കുരുമുളകിന്റെ അംശങ്ങൾ കണ്ടെത്തി. ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് രണ്ട് കാര്യങ്ങളിലേക്കാണ്. ഒന്ന്, 1 കിലോ കുരുമുളക് ഇന്നത്തെ പോലെ ഏകദേശം 700 രൂപയ്ക്ക് അക്കാലത്ത് കിട്ടില്ല. 2, ഏറ്റവും വില കുറച്ച് കിട്ടാൻ അതുണ്ടാകുന്ന സ്ഥലത്ത് വരണം. അതേതാണ് ആ സ്ഥലം? പ്രാചീന സംസ്കാരങ്ങളായ സുമേറിയൻ, ബാബിലോണിയൻ രേഖകളിലൊക്കെ സുഗന്ധദ്രവ്യങ്ങളുടെ തോട്ടം എന്ന് വിശേഷിപ്പിച്ച ഒരു സ്ഥലമുണ്ട്, നമ്മുടെ കൊച്ചു കേരളം. കുരുമുളക് പശ്ചിമഘട്ടത്തിന്റെ എൻഡമിക് സ്പീഷീസ് ആണ്, അതായത് ഇവിടെ മാത്രം വളർന്നിരുന്നവ. കൂട്ടത്തിൽ ഏലക്ക, കറുവപ്പട്ട ഒക്കെ കയറ്റി അയക്കപ്പെട്ടു പണ്ട് തൊട്ടേ. ഇതെങ്ങനെ തുടങ്ങി എന്നത് വ്യക്തമല്ല. നമ്മുടെ ഈ കുഞ്ഞൻ കുരുമുളക് മനുഷ്യ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണം. വളഞ്ഞ വഴിയിലല്ല, നേരിട്ട് തന്നെ. കുരുമുളക് സമ്പത്തിന്റെ പ്രതീകമായി, സ്റ്റാറ്റസ് സിംബലായി മാറിയെന്ന്. മലബാറിൽ കടൽ മാർഗം കച്ചവടത്തിനായി ലോകം മൊത്തം എത്തുന്നു. അന്ന് ഈ ലോകമെന്ന് പറഞ്ഞാൽ ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക ഇതിൽ ഒതുങ്ങി നിന്നു. കാരണം അമേരിക്കൻ, ഓസ്ട്രേലിയൻ പോലുള്ള ഭൂഖണ്ഡങ്ങളെപ്പറ്റി മനുഷ്യർക്ക് വലിയ അറിവില്ല. അങ്ങനെ കുരുമുളക് വാങ്ങിക്കൊണ്ടുപോയവർ 10 മടങ്ങ് വിലയ്ക്ക് ഇത് വിൽക്കുന്നു. അങ്ങനെ അവർ പണക്കാരാകുന്നു. ഇതിൽ പ്രധാനികളാണ് അറബികൾ. അവർ കൊണ്ടുപോകുന്ന ചരക്ക് പ്രധാന നഗരങ്ങളായ അലക്സാൻഡ്രിയ, കോൺസ്റ്റാന്റിനോപ്പിൾ, പിന്നീട് വെനിസ്. അവിടുന്നാണ് വെള്ളക്കാർക്ക് തീ വിലയ്ക്ക് കൊടുക്കപ്പെടുന്നത്. നമ്മുടെ ആശാൻ രുചിയിൽ മാത്രമല്ല ഔഷധ ഗുണങ്ങളിലും ഭക്ഷണം ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കുന്ന കൂട്ടുകളിലും ഉപയോഗപ്പെട്ടു. പ്രാചീന റോമൻ പാചക പുസ്തകങ്ങളിൽ ഒരുതരം ലോങ് പെപ്പറും കൂട്ടത്തിൽ കുരുമുളകും പലവട്ടം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ കയറ്റി അയക്കാനും ഉൽപ്പാദിപ്പിക്കാനും എളുപ്പം നമ്മുടെ ആശാൻ തന്നെ. ലോങ് പെപ്പറാണ്, അതിരുചികരമാണ് എങ്കിൽ കൂടി. അങ്ങനെ കുറേ നൂറ്റാണ്ടുകളായി വെള്ളക്കാർക്ക് കേരളത്തിൽ മാത്രം കിട്ടുന്ന ആശാനെ നന്നേ പിടിച്ച മട്ടാണ്. അപ്പോൾ അതാ മാറ്റങ്ങളുടെ ഒരു വലിയ തിര യൂറോപ്പിൽ അലയടിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മധ്യേഷ്യയിലെ നാടോടി ഗോത്രങ്ങളിൽ പ്രധാനികളായ ഒരു കൂട്ടം അതിക്രൂരമായ മുന്നേറ്റത്തിലൂടെ മുമ്പ് പറഞ്ഞ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന നഗരം പിടിച്ചടക്കുന്നത്. യൂറോപ്പും ഏഷ്യയും ബന്ധിപ്പിക്കുന്ന ഭാഗം ഒരു കടലിടുക്കാണ്, ബോസ്ഫറസ് സ്ട്രെയ്റ്റ്. കോൺസ്റ്റാന്റിനോപ്പിൾ നഗരം ഭരിക്കുന്നവർക്ക് ഈ കടലിടുക്ക് നിയന്ത്രിക്കാം. മുമ്പ് പറഞ്ഞ കൂട്ടർ ഓട്ടോമൻ സാമ്രാജ്യമാണ്. യൂറോപ്പിനെ വിറപ്പിച്ചുകൊണ്ട് അവരുടെ ജൈത്രയാത്ര തുടങ്ങിയിരിക്കുന്നു. ഇവരുടെ ക്രൂരത മാത്രമല്ല, ക്രിസ്തുമതം കൂടുതലുള്ളിടത്ത് നിർബന്ധിത മതപരിവർത്തനം കൂടി ഭയന്ന് പലരും യൂറോപ്പിലേക്ക് പലായനം ചെയ്തു. മാനസികാവസ്ഥ ഊഹിക്കാമല്ലോ. കൂട്ടത്തിൽ അന്നത്തെ പാൻഡമിക് ആയിരുന്ന ബ്ലാക്ക് ഡെത്ത് ഒരു പകർച്ചവ്യാധിയാണ്. യൂറോപ്പിന്റെ 60% ജനസംഖ്യയും തുടച്ചു നീക്കിയിട്ട് അധിക കാലമായിരുന്നില്ല. അതിൻ്റെ ഒരു വലിയ തരംഗം 13-14 നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കൂടി ജീവിതത്തിന്റെ നശ്വരത, വ്യാധികൾ ഒക്കെ അന്നത്തെ കലാ സാഹിത്യത്തെ സ്വാധീനിച്ചു. പ്രിന്റിംഗ് പ്രസ് തുടങ്ങിയ സാങ്കേതിക വിദ്യയുടെ വികസനം ഇതിന് ആക്കം കൂട്ടി എന്നും പറയാം. അങ്ങനെ മൊത്തത്തിലൊരു നവോത്ഥാന കാലഘട്ടം, റിനസൻസ് എന്നിതിനു പേര്. മൈക്കലാഞ്ചലോ, ഡാവിഞ്ചി, ഷേക്സ്പിയർ അവരുടെയൊക്കെ പ്രതാപകാലം. കല, സാഹിത്യം ഒക്കെ. ഇതിനൊക്കെ കോടീശ്വരന്മാർ കൈയയച്ച് സഹായിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ പെടുന്ന ഉദ്യമങ്ങളിലൊന്നാണ് പര്യവേക്ഷണങ്ങൾ. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം 2ആണ്. ഒന്ന്, നമ്മുടെ ബോസ്ഫറസ് കടലിടുക്കിലൂടെ എത്തിയിരുന്ന ചരക്കിന് വൻ നികുതി ഏർപ്പെടുത്തിയ ഓട്ടോമൻ സാമ്രാജ്യത്തിനെ മറികടന്ന് നേരിട്ട് കിഴക്കിലേക്കെത്തി സ്വർണം, സുഗന്ധദ്രവ്യങ്ങൾ ഒക്കെ നേടുക.
2. ക്രിസ്ത്യാനിറ്റിയുടെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിയായി ജൈത്രയാത്ര തുടരുന്ന ഓട്ടോമൻ സാമ്രാജ്യത്തെ മതപരമായ ഭൂരിപക്ഷം കൊണ്ട് നേരിടുക. അതിന് തങ്ങൾ എത്തിച്ചേരുന്ന കിഴക്കിൽ ക്രിസ്തുവിന്റെ ഗുണഗാനങ്ങൾ പ്രചരിപ്പിക്കുക. അങ്ങനെ അവർ ശ്രമം തുടങ്ങി. പലരും പല വഴിക്ക് കടൽ മാർഗം തേടിയിറങ്ങി. 6-ാം നൂറ്റാണ്ടോടെ ഭൂമി ഉരുണ്ടതാണെന്നൊരു വിശ്വാസം വിദ്യാഭ്യാസമുള്ള വെള്ളക്കാർക്കിടയിൽ ഉണ്ടായിരുന്നു. ഈ വിശ്വാസത്തിലാണ് എല്ലാവരും പുറപ്പെട്ടത്. ഇവർക്കായി പണം മുടക്കാനും പല രാജാക്കന്മാരും സമ്പന്നരും തയ്യാറായി. ഇക്കൂട്ടത്തിൽ പ്രധാനിയാണ് സ്പെയിൻ രാജാവ്. ഇതിൽ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം മാത്രമല്ല ഉദ്ദേശം. ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ വിദ്വാൻ ചെയ്ത പരിശുദ്ധ യുദ്ധങ്ങളിൽ പൊളിഞ്ഞ ജീവിതങ്ങൾ ചില്ലറയല്ല. അത് വേറൊരിക്കൽ പറയാം. എന്തായാലും പുറപ്പെട്ടവരിൽ ഇംഗ്ലണ്ടിന്റെ ജോൺ കാബോട്ട് കാനഡയിലും പോർച്ചുഗീസിൽ നിന്ന് പുറപ്പെട്ട ബാർത്തലോമോ ഡിയാസ് ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലും എത്തി. ഫെർഡിനാൻഡ് മെഗാലൻ ഉൾപ്പെടെ പലരും ഇതിൽ ഉൾപ്പെടുന്നു. ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ പോലുള്ള സ്ഥലങ്ങൾ പിന്നീട് പതുക്കെ കണ്ടെത്തപ്പെട്ടു. ഇക്കൂട്ടത്തിൽ ഒരു മിസ്റ്റർ കൊളംബസ് ഉണ്ടായിരുന്നു. പക്ഷേ ഭൂമിയുടെ ചുറ്റളവ് കണക്കുകൂട്ടുന്നതിൽ വന്ന ചെറിയ പാളിച്ച കാരണം കേരളത്തിനു പകരം അദ്ദേഹം ലാൻഡ് ചെയ്തത് വേറെങ്ങോ ആണ്. പല റെക്കോർഡുകളും അന്യഭാഷയിലുള്ള എഴുത്തുകളും യൂണിറ്റുകളും ഒക്കെ ഒരാളെ കുഴപ്പിക്കുന്നത് സ്വാഭാവികം. ഇന്നത്തെ പോലെ ഒരു യൂണിവേഴ്സൽ മെഷർമെന്റ് സിസ്റ്റം ഒന്നും വന്നില്ല. എന്തായാലും മരിക്കുന്നത് വരെ അത് ഇൻഡീസ്, അതായത് ഈസ്റ്റിലെ ഇന്ത്യ തന്നെയാണെന്ന് കൊളംബസ് ഉറച്ചു വിശ്വസിച്ചു. ഇന്നും ഈ സ്ഥലം വെസ്റ്റ് ഇൻഡീസ് എന്നാണ് അറിയപ്പെടുന്നത്. ശേഷം അമേരിക്കോ വെസ്പൂച്ചി എന്ന ഒരു നാവികനാണ് അത് വേറൊരു ഭൂഖണ്ഡം തന്നെയാണെന്ന് ഉറപ്പിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ അനുസ്മരണാർത്ഥമാണ് അമേരിക്കാസ് എന്ന് ഈ ഭൂഖണ്ഡത്തെ വിളിച്ചത്. കൊളംബസ് അവിടെ എത്തുന്ന ഏകദേശം അതേ സമയത്ത് തന്നെ വേറൊരു വിദ്വാൻ കോഴിക്കോട്ടെത്തി, വാസ്കോ ഡി ഗാമ. പോർച്ചുഗീസ് രാജാവിന്റെ ഫണ്ടിങ് വഴി. ലോക്കൽ ആൾക്കാർക്ക് അറിയാവുന്ന വഴികളിലൂടെ തന്നെയാണ് ഇവരൊക്കെ സഞ്ചരിക്കുന്നത്. പക്ഷെ തങ്ങൾക്ക് പരിചിതമല്ലാത്തതുകൊണ്ട് മാത്രം കണ്ടെത്തി എന്ന് അവകാശപ്പെടുകയായിരുന്നു. എന്തായാലും ഈ സ്ഥലങ്ങളെയൊക്കെ കൂടെ കൂട്ടി അവർ ഒരു പേരിട്ടു, പുതിയ ലോകം, ന്യൂ വേൾഡ്. നമ്മുടെ ആശാനെ തപ്പി പുറപ്പെട്ടവർ തങ്ങൾ എത്തിയ സ്ഥലങ്ങൾ തങ്ങളിൽ വീതിച്ചെടുക്കാൻ തുടങ്ങി, കോളനൈസ് ചെയ്യാൻ. വാസ്കോ ഡി ഗാമയെ ഫണ്ട് ചെയ്ത പോർച്ചുഗീസ് രാജാവും കൊളംബസിന് പണം നൽകിയ സ്പെയിൻ രാജാവും ഇതിനായി ഒരു കരാറ് തന്നെ ഒപ്പുവെച്ചു, ട്രീറ്റി ഓഫ് ടോർസീഡിയാസ്. അങ്ങനെ തങ്ങൾ എത്തിച്ചേർന്ന സ്ഥലങ്ങളിൽ അവർ അവകാശം സ്ഥാപിക്കുകയും തങ്ങളുടെ സംസ്കാരം അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. ഈ നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്കയിലെ പല രാജ്യങ്ങളിൽ നോക്കിയാലും യൂറോപ്പിലെ ഭാഷകളാണ് ഇപ്പോഴും അവർ സംസാരിക്കുന്നത്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ് ഒക്കെ. എന്തായാലും ഇങ്ങനെ കുരുമുളക് യൂറോപ്പിലേക്ക് ഒഴുകാൻ തുടങ്ങി. എക്സ്പെഡീഷന് ചിലവാക്കിയതിന്റെ 60 മടങ്ങിൽ പരം ലാഭം വാസ്കോയ്ക്ക് ഇത് ആദ്യത്തെ യാത്രയിൽ തന്നെ നേടിക്കൊടുത്തു. ഇതേസമയം കൊളംബസ് എത്തിയ സ്ഥലത്തെ വ്യത്യസ്തമായ പഴങ്ങൾ, പച്ചക്കറികൾ, ജീവികൾ ഒക്കെ നമുക്ക് പതുക്കെ പരിചിതമായി തുടങ്ങി. നമ്മൾ ഇന്ന് കാണുന്ന പലതും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. പൈനാപ്പിൾ, കപ്പലണ്ടി, ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, സൂര്യകാന്തി, തക്കാളി, വാനില, പുകയില, ടർക്കിക്കോഴി ഒക്കെ. നാം തിരിച്ചും അവർക്ക് പല സാധനങ്ങളും കൊടുത്തു. അക്കൂട്ടത്തിൽ പല അസുഖങ്ങളും പെടും. തദ്ദേശീയർക്ക് പ്രതിരോധശക്തിക്ക് പരിചിതമില്ലാത്ത രോഗാണുക്കൾ, സ്മോൾ പോക്സ്, മീസിൽസ്, ഇതൊക്കെ വന്ന് മരിച്ചവർ ചില്ലറയല്ല. എന്തായാലും ഈ കൈമാറ്റത്തെ മൊത്തത്തിൽ കൊളംബിയൻ എക്സ്ചേഞ്ച് എന്ന് പറയും. നമ്മുടെ ആശാനെ തപ്പിയിറങ്ങിയവർക്ക് വേറൊന്നുകൂടി കയ്യിൽപ്പെട്ടു. ലോകം ഇതുവരെ അറിയാതെ കിടന്നിരുന്ന ഒന്ന്, മുളക്, അല്ലെങ്കിൽ ആ വർഗത്തിൽപ്പെട്ട എല്ലാം. വളർത്താനുള്ള എളുപ്പവും മറ്റും അവനെ എല്ലാ രാജ്യത്തും സ്വീകാര്യനാക്കി. അതായത് നമ്മുടെ ആശാന് കോമ്പറ്റീഷൻ വന്നു എന്ന് സാരം. ഈ വസ്തുക്കളൊക്കെ ലോക ഭക്ഷ്യ സംസ്കാരത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. കറുത്ത പൊന്ന് എന്ന് വിളിക്കപ്പെട്ട പ്രതാപമൊന്നും ആശാന് പിന്നീടുള്ള നൂറ്റാണ്ടുകളിൽ കിട്ടിയില്ല. പക്ഷേ പോർച്ചുഗീസുകാർക്ക് പിന്നാലെ ഡച്ച്, ഫ്രഞ്ച്, ബ്രിട്ടീഷുകാർ ഒക്കെ വന്ന് കൊളോണിയലിസം കൊടികൊത്തിവാണ നൂറ്റാണ്ടുകളാണ് പിന്നീടുണ്ടായത്. പക്ഷെ അപ്പോഴേക്കും 14-ാം നൂറ്റാണ്ടിൽ അധികായന്മാരായിരുന്ന ഓട്ടോമൻ സാമ്രാജ്യം ക്ഷയിച്ചു തുടങ്ങിയിരുന്നു. ഇവരൊക്കെ പുതിയ ഭൂഖണ്ഡങ്ങൾ കണ്ടെത്താനായിരുന്നില്ല അന്വേഷണങ്ങളൊന്നും.
മറിച്ച് കുരുമുളക് ഉൾപ്പെടുന്ന സുഗന്ധദ്രവ്യങ്ങളും സ്വർണവും ഒക്കെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടാൻ നേരിട്ട് കടൽമാർഗം കണ്ടെത്തുക. അതായത് വന്യമായി മുന്നോട്ട് കുതിച്ചിരുന്ന ഓട്ടോമൻ സാമ്രാജ്യത്തിനെ മറികടന്ന് കച്ചവടം ചെയ്യുക. മാത്രമല്ല അവരുടെ മതപ്രചാരണത്തെ ചെറുക്കാൻ ബദലായി ഭൂമിയുടെ കിഴക്ക് ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിക്കുക. അറബികളുടെയും മറ്റും കഥകളിലൂടെ മാത്രം വെള്ളക്കാർ കേട്ടിരുന്ന വിചിത്രം എന്നവർ വിശ്വസിച്ച, ഒരുപക്ഷെ ഏദൻ തോട്ടം തന്നെ സ്ഥിതി ചെയ്തേക്കാവുന്ന അസാധാരണമായ ജീവികളുള്ള അത്ഭുതാവഹമായ കിഴക്ക് എന്ന ലോകം തേടി അവർ എത്തി. അങ്ങനെ അവർ മാനവരാശിയുടെ തന്നെ ചരിത്രത്തെയാണ് തിരുത്തി എഴുതിയത്. ചരിത്രത്തിൽ അത് ഭൂമിയുടെ ചരിത്രം മുതൽ പല പ്രധാന സംഭവങ്ങളും മാറ്റങ്ങളുടെ തുടക്കമാകാറുണ്ട്. ഈ ഡിനോസറുകളുടെ വംശനാശം സസ്തനികളുടെ പ്രതാപകാലത്തിന് കാരണമായി. അങ്ങനെ പതുക്കെ പരിണാമത്തിൽ മനുഷ്യനുണ്ടായി. ഇന്ന് ലോകം ഭരിക്കുന്നത് മനുഷ്യനാണ്. ആ മനുഷ്യന്റെ ചരിത്രത്തിലെ പ്രധാന ഏടുകളിൽ പെടുന്നതാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ലോകമഹായുദ്ധങ്ങൾ ഒക്കെ. അക്കൂട്ടത്തിൽ ഒരു വലിയ ഭാഗം നമ്മുടെ ആശാനും ആടിത്തീർത്തു, ഏതാണ്ട് ഈ അടുത്ത കാലം വരെ. കാരണം മനുഷ്യ ചരിത്രത്തിൽ നൂറ്റാണ്ടുകൾ ഒരു ചെറിയ കണക്കാണ്. ഇന്ന് ഏത് തീന്മേശയിലും കുട്ടിപ്പാത്രത്തിൽ ഉപ്പും കുരുമുളകും സ്ഥിരമായി മാറി. ഒഴിച്ചുകൂടാനാവാത്ത പ്രധാനിയായി തന്നെ ആശാൻ ഇന്നും നിലനിൽക്കുന്നു. കുരുമുളകിന്റെ ഉപഭോഗം മറ്റ് സ്പൈസുകളുടെ എല്ലാ ഉപഭോഗം ചേർത്ത് കൂട്ടിയാലും മേലെ തന്നെയാണ്. ആശാന്റെ തട്ട് താഴ്ന്നു തന്നെയാണ് ഇരിക്കുന്നത്. കറുത്ത പൊന്നോമനയല്ല എന്ന് മാത്രം. ഇന്ന് ലോകത്തെ മാർക്കറ്റിൽ 40% പരം കുരുമുളക് കയറ്റുമതി ചെയ്യുന്നത് വിയറ്റ്നാമിൽ നിന്നാണ്. ബ്രസീലും ഇന്തോനേഷ്യയും പുറകെയുണ്ട്. ഒരു കാലത്ത് ഈ പട്ടം നമുക്ക് മാത്രം അവകാശപ്പെട്ടതായിരുന്നു. പ്രകൃതി കനിഞ്ഞ് നമുക്ക് മാത്രം നൽകിയ സ്വത്ത്. മാറ്റം അത് വരും, വന്നേ മതിയാകും. നല്ലതായാലും ചീത്തയായാലും.